കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പൂഞ്ഞാർ എന്ന സ്ഥലപ്പേരിന്റെ കൂടെ ചേരുംപടി ചേർക്കാവുന്ന ഒരു പേരുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,821 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ വിജയിച്ച് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ വ്യക്തി. പൂഞ്ഞാർ വീണ്ടും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമ്പോൾ ശ്രീ PC ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അദ്ദേഹം നമ്മോടൊപ്പം ഈ അഭിമുഖത്തിൽ പങ്കുചേരുന്നു. സ്വാഗതം PC. സ്വാഗതം. ശരിക്കും PCയെ കുറിച്ച് ആളുകൾ പറയുക, PCക്ക് നാക്കിന് ലൈസൻസ് ഇല്ലാത്തൊരു നേതാവാണെന്ന് പറയുന്നുണ്ട്, പൂഞ്ഞാർ പുലിയാണെന്ന് പറയുന്നുണ്ട്, പൂഞ്ഞാർ സിംഹമാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും സ്വയം ഒരു വിലയിരുത്തലിൽ PC ആരാണ്? എന്നെ പോലെ പച്ച പാവം ഒരു മനുഷ്യൻ ലോകത്തിൽ ഇല്ല. രാഷ്ട്രീയത്തിൽ ഏറ്റവും പാവം ഞാനാണ്. നാക്കിന് ഇല്ലില്ലെന്ന്, അത് ശരിയാണ്. ആരെങ്കിലും നാക്കിനെ അല്ലെന്ന് ഇല്ലില്ലാത്ത നാക്ക എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ നാക്ക് ഞാൻ ഇഷ്ടമുള്ളിടത്തോട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പലരും നന്മയും നീതിയും പറയാൻ മടിച്ച് മിണ്ടാതിരിക്കുന്നതല്ല മാന്യതയും. മിണ്ടുന്നത് മാന്യത കുറവായിട്ട് ഞാൻ കണക്കാക്കുന്നത്. മിണ്ടുന്നതാണ് മാന്യത എന്ന് വിവരമുള്ളവർ സംഭവിക്കും. ഞാൻ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും, ശക്തമായും പ്രതികരിക്കും. ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. എൻ്റെ കുടുംബലാഭത്തിനോ എൻ്റെ വ്യക്തിലാഭത്തിനോ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചാൽ അതൊരു ഒരു 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 തെറ്റായ നടപടി. ഇതല്ല, ഈ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് പ്രതികരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ മരിക്കുന്നോളം വരെ ഇതുകൊണ്ട്. ഈ ബിസിനസ്സുകാരൊക്കെ പറയാറുണ്ട്, ആദ്യ പാഠമെന്നല്ലേ പറയാറുണ്ട്, ആരെയും വിശ്വസിക്കരുതെന്ന് പറയാറുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഈ 4 പതിറ്റാണ്ടിന്റെ അനുഭവത്തിൽ എന്ത് രാഷ്ട്രീയ പാഠമാണ് പഠിച്ചത്? രാഷ്ട്രീയ പാഠം എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത്. കച്ചവടക്കാരൻ ഒരു പരിപാടി രാഷ്ട്രീയക്കാർ ഊർത്തനെ വിശ്വസിക്കണം. അവൻ്റെ ലാഭത്തിന് വേണ്ടി സ്വാർത്ഥാനത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? ഏത് നുണയും ഏത് വൃത്തികേടും ചെയ്യും. അത് സത്യം. ഞാൻ കണ്ട രാഷ്ട്രീയക്കാരെല്ലാവരും ഒരൊറ്റ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന അവനാണ് ഏറ്റവും വലിയ കള്ളൻ. നിങ്ങൾ എഴുതി കിട്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നു പേര് വെച്ച് നമ്മൾ ഏറ്റവും വലിയ കള്ളൻ ഞാൻ തെളിയിച്ചത്. നമ്മുടെ രാഷ്ട്രീയത്തിന് ഗതികേടാ. കേരള രാഷ്ട്രീയം ആയല്ലോ നോക്കുന്നെങ്കിൽ മനപ്രയാസം. അതല്ലേ ഞാൻ ഒരു പാർട്ടിയുടെ ബന്ധമില്ല പോകുന്നത്. ഒരു പാർട്ടിയും വിശ്വസിക്കാൻ കൊള്ളില്ല. അതാണ് അതിന് കാരണം. പാർട്ടി ഇല്ലെങ്കിലോ? പാർട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം. ഈ മാണിസാറ് പറഞ്ഞിട്ടുണ്ട് പാല മാണിസാറിന്റെ 2ാം ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ PCക്ക് പൂഞ്ഞാർ ആരാണ് അല്ലെങ്കിൽ എന്താണ്? പൂഞ്ഞാർ എൻ്റെ സ്വന്തം നിയോജകമുള്ളതാണ്. പലർക്ക് ഈ ഭാര്യമാരെ പറ്റി ഓർമ്മ. എനിക്ക് ഒരു ഭാര്യയെ പറ്റി ഓർമ്മയുള്ളൂ. അപ്പോൾ 2ാം ഭാര്യ എനിക്കില്ല. ഒറ്റ ഭാര്യ ഉഷ. പിന്നെ നിയോജകമുള്ള എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജനങ്ങളാണ്. 1,69,000 വോട്ടുണ്ട്. ഞാൻ വോട്ടുള്ളവരെയൊക്കെ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ആ വോട്ടുള്ളവരുടെ മക്കളാണ്. ഒരു 3 വയസ്സുള്ള കൊച്ചോട് വെച്ചാലും എന്നെ വിളിക്കുന്ന PC ജോർജ് എന്ന്, അല്ലാതെ അങ്കിളെന്ന് വിളിക്കുക, അല്ലാതെ സാറേന്ന് വിളിക്കുന്ന ആരുമില്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറയും എന്നെ സാറേന്ന് വിളിക്കരുതെന്ന് പറയും. അപ്പോൾ വളരെ ആത്മബന്ധമാണ് ജനങ്ങളുമായിട്ടുള്ളത്. ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ആ ബന്ധം നിലനിർത്തി പോകാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ തവണ 28,000-നടുത്ത് ഭൂരിപക്ഷം, ഇത്തവണ 35,000 വോട്ടാവും ഭൂരിപക്ഷം. പക്ഷെ PCക്ക് ഈ ഇലക്ഷൻ ഒരു പേടിയുണ്ടോ? കാരണം ഇടയ്ക്ക് ചില മുന്നണികളിലേക്ക് ഒരു ചാഞ്ചാട്ടം, ചില ചർച്ചകൾ നടക്കുന്നു, അവസാനം അവിടെ എത്തുന്നില്ല, തിരിച്ചു വരുന്നു. ഞാൻ ഒരു കളവും പറയാല. അതാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പേരും കള്ളന്മാരാന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ കഴിഞ്ഞ 5 വർഷം ജനം എന്നെ തിരഞ്ഞെടുത്ത് ന്യൂട്രലാണ്, സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ്. LDFും UDFിൻ്റെയും പല പ്രശ്നങ്ങളും വന്നിട്ട് എത്രയോ തവണ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് നിയമസഭയിൽ. ഒരു തവണ പോലും ഞാൻ വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യും ന്യൂട്രൽ. അതായത് ഏത് തെരഞ്ഞെടുപ്പിനും ഒരെണ്ണം ന്യൂട്രലായിരിക്കും. അതെന്റെതാണ്. കാരണം ജനത്തോട് പറഞ്ഞിരിക്കുന്നത്, ജനം എന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം, ലാസ്റ്റ് നിയമസഭാ സമ്മേളനം 2 ദിവസം കൂടി അതിന് മുമ്പത്തെ നിയമസഭാ സമ്മേളനം, ആ നിയമസഭാ സമ്മേളനത്തിലേക്ക് ഞാൻ MLA കോട്ട് MC ചെന്ന് നിയമസഭയോട് കയറാൻ തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലും 2 പേരും നിൽപ്പുണ്ട്. ജോറെ എന്ന് വിളിച്ചു. ഞാൻ വിളിച്ച് ആരുടെ അടുത്ത് സംസാരിക്കുന്നില്ല. ഞാൻ ഏട്ടാ വിശേഷം ഉമ്മൻചാണ്ടി. പുള്ളി എന്നെ തോടെ കയറ്റി ജോറെ ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് നടന്ന് എത്ര നടക്കാനാണ്? ഞാൻ ഏട്ടാ ഒരു കുഴപ്പമില്ല, വളരെ ഐശ്വര്യമായിട്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതല്ല, ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ചൊന്ന് പോകണം. ഞാൻ എങ്ങനെ ഒന്ന് UDFുമായിട്ട് സഹകരിച്ച് പോകാൻ ജോറെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറയാൻ ചേട്ടാന്ന്, എനിക്കൊന്ന് ചിന്തിക്കണ്ടേ. നിയമസഭയിൽ കയറി ഞാൻ കുറേ ഏറെ ആലോചിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ പല ആളുകളെ വിളിച്ചു ചോദിച്ചു. അവരും പറഞ്ഞു എന്നാൽ ഇനി ഇത്ര 5 കൊല്ലമായില്ലേ, ഇനിയിപ്പം UDFായിട്ട് സഹകരിച്ച് പോകുന്നപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പോക്കും ശരിയല്ലല്ലോ, കൊടിയ അഴിമതിയാണല്ലോ, ആ നിലയ്ക്ക് നമുക്ക് നോക്കിയാലോ.
ആയിക്കോട്ടെ എന്ന് വെച്ചു. അതിനനുസരിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയോടും ഞാൻ വാക്ക് പറഞ്ഞു യോജിച്ചു പോകാം. അതേ തുടർന്ന് ചർച്ചകളാണ് അതിനടുത്തുള്ള ചർച്ചയാണ് നടന്നത്. പക്ഷെ ഇതിനെ വഞ്ചിക്കാനും കളിപ്പിക്കാനുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. രസം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നിയ നമ്മുടെ സെക്രട്ടറിന്റെ ഇവിടെ PSC സമരം നടക്കുക. ആ പിള്ളേരുടെ ദുരിതവും വേദനയും ഈ സമൂഹം തന്നെ ഏറ്റെടുത്തല്ലോ. ഞാൻ MLA ഇന്നലെ അവിടെ ചെല്ലാൻ ബാധിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നു. ആ പിള്ളേരുടെ സന്തോഷം, ഞാൻ ചെന്നപ്പോൾ സന്തോഷം വേറെ കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ SC/ST വിഭാഗങ്ങളുടെ സമരമുണ്ട്, അവിടെ പോയി. അപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിന് അനുഭവമായിട്ട് സത്യാക്കി നിരാകാരം കിടക്കാം അവിടെ പറഞ്ഞു. ഞാൻ അതിനെന്നെ അവിടെ ചെന്നപ്പോൾ മൈക്കൊന്ന് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പം 3 ചെറുപ്പക്കാർ കിടക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. ഞാനത് എൻ്റെ പിയോട് പറഞ്ഞു 3 ഈ കാരം നേരിത 3 കൊണ്ടു 2 പേർക്ക് ഇട്ടു, 3-ാമത് പറഞ്ഞു എനിക്ക് വേണം. ഞാനത് എന്നെ ഇടപാടാ, എന്നെ വിളിച്ചു വരുത്തിച്ച് അവമാനിക്കില്ല എന്ന് കുടുംബത്തിൽ പറഞ്ഞു പറഞ്ഞ പരിപാടിയാണ്. വേണ്ടടാ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഞാൻ വിടാൻ പോയില്ല. പക്ഷെ അവരത് വാർത്തയാക്കി. കാരണം എൻ്റെ പേര് പറഞ്ഞ് വാർത്തയാക്കി നേതാവാകുന്ന ഇവരൊക്കെ നോക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങ് കുറെ വാഗ്ദാനങ്ങളുമായിട്ടാണ് വന്നത്, പൂഞ്ഞാർ താലൂക്ക് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ. ഇത് എത്രത്തോളം സാധിച്ചു? കാരണം ഇടതുപക്ഷം ആരോപിക്കുന്നത് അങ്ങ് ഈ പറഞ്ഞ 30 ഇനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ഇനങ്ങളിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മുഴുവൻ നടപ്പാക്കിയിട്ടുണ്ട്. നടപ്പാക്കാൻ കഴിയാത്ത കാര്യം താലൂക്ക് എന്റെ കുഴപ്പമാണോ? താലൂക്ക് ആക്കാൻ വേണ്ടി നിയമസഭയിൽ 11 സബ്മിഷൻ ഉന്നയിച്ചു 5 കൊല്ലം കൊണ്ട്. എപ്പോഴും നോക്കാം കാണാം എന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷക്കാരന് എന്തുകൊണ്ട് താലൂക്കിന് അനുവാദം നൽകിയില്ല? അവനല്ലേ ഉണ്ടാക്കേണ്ടത്. സർക്കാരിന്റെ വീഴ്ചയാണോ ഇത്? സർക്കാരിലെ പരിപാടി കളിക്കുന്നത് ഞാനാണോ? എനിക്ക് ഓർഡർ ഇടാൻ അധികാരമുണ്ടോ? ഇവിടെ വലിയ വർത്തമാനം പറയുന്നത് ഈ പ്രായോഗിക പ്രശ്നമാണോ? ഈ താലൂക്ക് ഒരു പ്രായോഗിക പ്രശ്നമല്ല. വേണേൽ താലൂക്കാക്കാം. KM മാണി ശക്തമായി എതിർത്തിരുന്നു. ഇപ്പൊ മാണി ജീവിച്ചിരിപ്പില്ലല്ലോ, ഇനി ആ തർക്കം പറയണ്ടല്ലോ. മാണി അനുവദിക്കാത്ത മാണിയുടെ തർക്കം കൊണ്ടാണ് നേരത്തെ നമ്മളെ ഒരു 2011 താലൂക്ക് ആവേണ്ടത്. അത് 2010 താലൂക്ക് ആദ്യം ചർച്ച മൂലം വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ആണ് നമ്മള് കീരാറ്റയുടെ മുനിസിപ്പാലിറ്റി പകരമാക്കിയത്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഞാനും ചർച്ച ചെയ്തിട്ട് അവസാനം ഈ തൽക്കാലം ഈ മുനിസിപ്പാലിറ്റി ആകട്ടെ. ഈ ഒരു ഇലക്ഷന് മുമ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള വിഷയം എന്താണ്? എന്ത് ഇടപെടലിലാണ് ഒരു ധൈര്യം ഉണ്ടാകുന്നത്? ഏത് മേഖല എടുത്താലും എനിക്ക് ലാഭമാണ്. ഒരു മനുഷ്യൻ എന്നെ കുറ്റപ്പെടുത്തില്ല. ഈ വികസന കാര്യത്തിൽ കേരളത്തിൽ 1ാമത്തെ നീളമുള്ള കുഞ്ഞാറിയാം എത്ര ചെയ്തു വെച്ചിരിക്കുന്നത്. ഈരാറ്റോട്ടെ ഈ വകുപ്പും ചട്ടം എല്ലാവരും പറയും ഈരാറ്റോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാത്രം കൊണ്ടുവന്നുള്ളൂ. ഞാനല്ലാതെ ഇവിടെ 2 പാലമുണ്ട് ഏജന്റെ കാലത്ത്. ബാക്കിയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും PCOR കൊണ്ടുവന്ന. ഞാൻ കഴിഞ്ഞ് KM ജോർജ് ഇവിടെ ഉണ്ടായിരുന്നു. ജോർജ് സാർ ഈരാറ്റോട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് TFM വന്ന് പേട്ടയൊന്നും ചെയ്തില്ല. അദ്ദേഹം TFM ഒരു ഈ തീക്കോയി വാഗമണ്ണോടൊക്കെ തമ്മൻസാറിന്റെ കേട്ടോ, പാതാമ്പഴ പാല നമ്മുടെ പെരുങ്ങളോടൊക്കെ ആരംഭം കുറിച്ച് അദ്ദേഹമാണ്. അത് കഴിഞ്ഞ് ജോയ് എബ്രാഹിം വന്നു, NN ജോസഫ് വന്നു. ഈ നാട്ടുകാരൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം ചെയ്തു. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് വളരെ പുതിയ ഒരു ശൈലി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ചില ആശങ്കകൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. അവരത് പരസ്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ക്രൈസ്തവ സംഘടനകൾ വെക്കുന്നുണ്ട്. പ്രകടന പത്രികകളിൽ അത് അവരുടെ ആശങ്കകൾ ചർച്ച ചെയ്യണമെന്നും ഒക്കെ അധ്യക്ഷന്മാരും അൽമായ നേതാക്കന്മാരും ഒക്കെ പറയുന്നുണ്ട്. PC ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒളിച്ചൊന്നും വെക്കുന്നില്ല. നമ്മുടെ സഭാ നേതൃത്വം, വൈദികർ ഉൾപ്പെടെ, ബിഷപ്സ് ഉൾപ്പെടെ പലരും എന്നോട് സംസാരിച്ചൊരു കാര്യം ഇത് സഭയ്ക്ക് വളരെ ഭീതിയുണ്ട്. ആ ഭീതിയുടെ കാര്യത്തിൽ സഭ തന്നെ ഉത്തരവാദിത്തമാക്കണമെന്ന അഭിപ്രായം എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനകോടികളുടെ, കേരളത്തിലെ ജനങ്ങളുടെ സാക്ഷരത നിലവാരം നോക്കിയ സത്യം മനസ്സിലാവും. കേരളത്തിൽ 25% ക്രൈസ്തവരും, മനസ്സിലായോ, 16% ഇസ്ലാം മതവിശ്വാസമാണ് ഉണ്ടായിരുന്നു. അതിപ്പോ എത്രയാണെന്നറിയോ? ആ 25 ക്രിസ്ത്യാനി 19.5 16 ഇസ്ലാം മുസ്ലിം 27. ആരുടെ കുഴപ്പം അത്? ക്രിസ്ത്യാനി പിള്ളേരെ ജനിപ്പിച്ചില്ല, മുസ്ലിം പിള്ളേരെ ജനിപ്പിച്ചു. ആരെ കുറ്റം കൊണ്ട് കാര്യം? അവരവരുടെ കാര്യം നോക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനിയുടെ കാര്യം നോക്കാൻ നേരമില്ല. സഭയുണ്ട്, സഭയും പള്ളിയും പള്ളി സ്വത്തുക്കളും അല്ലാതെ വിശ്വാസികളുടെ കാര്യം ശ്രദ്ധിക്കണ്ടേ? വിശ്വാസികൾ ഉപദേശം കൊണ്ട് ഒരു 3 പിള്ളേരെങ്കിലും ഇവിടെ നിന്ന് പറയണ്ടേ? നമ്മുടെ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ നാണക്കേടാ, സമുദ്രം പോകുന്ന പറയുന്നത്. മുസ്ലിം പെണ്ണുങ്ങൾ പ്രസവിക്കും, അവർ ക്രിസ്ത്യൻ പെണ്ണുങ്ങളൊക്കെ സമുദ്രം കൊണ്ടുതാനും. അപ്പോൾ ഇതാരാ കുഴപ്പക്കാര്? നമ്മൾ നിഷ്പക്ഷമായിട്ട് അതൊരു വിഷയം മാത്രമാണ്. നീതി നിഷേധങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞത് എനിക്കൊരു തർക്കമില്ല.
സ്വാഭാവികമായി വരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു 16 27 25 19 അതിൻ്റെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനിക്ക് തന്നെയല്ലേ. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ ക്രിസ്ത്യാനികൾ. പിന്നെ ഒരു പ്രശ്നം ഇതിനകത്ത് ഈ മുസ്ലിമിൻ്റെ അടുത്ത് വന്ന ഒരു വൃത്തികേടുണ്ട്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് മനഃപൂർവ്വം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ച് ലവ് ജിഹാദ് എന്ന വാക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മാന്യമായ ഇസ്ലാം മതവിശ്വാസികളുടെ തീരുമാനമല്ല. ഇതിനകത്തെ തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികൾ മനഃപൂർവ്വം നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടുപോയി മുസ്ലിമാക്കുകയും പിന്നീട് അവരെയൊക്കെ തീവ്രവാദത്തിൽ എത്തിക്കുകയും അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യത്ത് കൊണ്ടുപോയി അമേരിക്കയ്ക്കെതിരെ ബോംബിടാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന നാണം കെട്ട പരിപാടിയുണ്ട്. അത് ശക്തമായി എതിർക്കേണ്ടത്. പക്ഷെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും ആ പേര് പറയുന്ന ആളുകളെ പോലും ഒരു വർഗീയതയുടെ മുഖത്തോടെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടോട്ടെ, ഇടതുപക്ഷവും വലതുപക്ഷവും എനിക്ക് ഞാൻ അവനൊന്നും ചിലവല്ല കഴിയുന്നത്. എനിക്ക് മനസാക്ഷിയും ശരി പറയും. ഈ പൂഞ്ഞാർ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 47 പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 35 എണ്ണം ക്രിസ്ത്യാനി, ബാക്കി 17 എണ്ണം 12 എണ്ണം ഹിന്ദു കുട്ടികൾ. ആ മുസ്ലിം കുട്ടികൾ പോയിട്ടുള്ളത്. അത് 2 3 ഒക്കെ കഷ്ടിയാണ്. വ്യാപകമായി ഇങ്ങനെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണ്. പ്രേമിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് ഒരു ഇതിലുമില്ല. അവരെ ഭാര്യമാരായി ഉപയോഗിച്ചാൽ നന്നായി. അവർ ഭാര്യമാരായി ജീവിടാതുണ്ട്. എൻ്റെ അടുത്ത് നമ്മുടെ തമിഴ്നാട് ഒരു സമ്പന്നമല്ല ഒരു മാന്യമായ ക്രിസ്തു കുടുംബത്തിലെ ഒരു പെണ്ണിനെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പയ്യനാണ് ഇവിടെ ഈരാറ്റോടെ കല്യാണം കഴിച്ചു. ഇന്നലെ അവനെ ഞാൻ കണ്ടു. അവന് സന്തോഷമായിട്ട് ആ പെണ്ണും ഭർത്താവും 3 പിള്ളേർ 4 പിള്ളേരുണ്ട്. അങ്ങനെ ജീവിച്ചോട്ട് നമുക്ക് ആർക്ക് തർക്കം? അത് ഇസ്ലാം ക്രിസ്ത്യാനി കെട്ടത്, ക്രിസ്ത്യാനി മുസ്ലിമെ കെട്ടത്, ഇതൊന്നും നമുക്ക് പറയാനില്ല. അതൊക്കെ അത് ഈ ലോകത്തുള്ള ഒരു കാര്യം. ഇതാണ് ഇത് മനഃപൂർവ്വം പ്രീ പ്ലാൻഡ് ആയിട്ട് പെൺകുട്ടികളെ പ്രേമിച്ച് കൊണ്ടുപോകുക. അത് റാക്കറ്റാണ്. അതാണ് ഞാൻ എതിർക്കുന്നത്. അരുവിത്തറ കോളേജ് അടുത്ത സംഭവം ഉണ്ടായി. നമ്മുടെ അമ്പാറ നിരപ്പേലുള്ള ഒരു പെൺകുട്ടി ബികോം അഡ്മിഷൻ കിട്ടി. ആദ്യം 2 ദിവസം ക്ലാസ് നടന്നിട്ടുണ്ട് ആ കോളേജ്. അപ്പോൾ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, ഈ കൊച്ച് അതിസുന്ദരി കൊച്ച് കൂട്ടത്തിൽ കൂടി. ഉച്ച കഴിഞ്ഞപ്പോൾ അവള് ചോദിച്ചു, മോളെ പേടിക്കണ്ട, ഇവിടെ ഈരാറ്റോട്ടെ നല്ല ബോയ് ഫ്രണ്ട് ഉണ്ട്, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, മതിയോ? അപ്പൊ റാക്കറ്റ് മനസ്സിലായില്ലേ? അത് പ്രശ്നമായി. ആ കൊച്ചി ഇപ്പോഴും നിരപ്പലുണ്ട്, അമ്പാറ നിരപ്പൽ. പള്ളിക്കൂടത്ത് പോക്ക് നിർത്തി. ആ കൊച്ചിന് പേടിയാണ് പോകാൻ. എന്നെ തടിക്കൊണ്ട് പോകുന്ന കൊച്ചു പറയുന്നു. പള്ളിയിൽ പോകുന്നില്ല. ആയിരം സംഭവങ്ങളൊക്കെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. മനസ്സിലായില്ല? അത് ശരിയല്ല. ഈ അടുത്ത തീക്കോയിന്ന് ഒരു ഏറ്റവും നല്ല കുടുംബത്തിലെ ഒരു പെണ്ണിനെ ഈ പറഞ്ഞ പോലെ നടക്കലുള്ള ഒരു മുസ്ലിം പയ്യൻ തടിക്കൊണ്ട് പോയി. അത് കണ്ട ഒരു യോജിപ്പുമില്ല. അതാണ് അതൊക്കെ. എന്താണ് ഇതിന് എന്താണ് പ്രതിവിധി ഉള്ളത്? അത് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ സഭ മുൻകൈ എടുത്ത് മാതാപിതാക്കന്മാരെ വിവരം പഠിപ്പിക്കണം. ഇങ്ങനെ പെൺപിള്ളേരെ സൗകര്യം പോലെ ചൊല്ലാൻ വിടരുത്, മൊബൈൽ കൊടുത്ത് ചൊല്ലാൻ വിടരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ബന്ധങ്ങൾ പാടില്ല. നമ്മൾ പെൺകുട്ടികൾ കടയിൽ പോയി കോളേജിൽ പോകണം, അതിനിടയ്ക്ക് കടയിൽ കൂടെ കയറി വിരകാൻ പോകരുത്. ആ പിള്ളേർക്ക് ആവശ്യമുള്ള സാധനം മാതാപിതാക്കന്മാരുടെ ഒപ്പം പോയി വാങ്ങിക്കൊടുത്തേക്കണം. ഒരു പെൺകുഞ്ഞുണ്ട്, അതിന് ഇന്നത് വേണം, അപ്പോൾ അത് കൊടുക്കണമെന്ന് വാശി പിടിക്കണ്ട. ഒരു ഫോൺ വേണം, കൊടുക്കണം. നീ അത് കൊടുത്തില്ലെങ്കിൽ വേറെയുള്ള മേടിച്ചു കൊടുക്കാൻ നാളെ കൊടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ ഒരു അംഗം എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങയുടെ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടായിട്ടുണ്ടല്ലോ. അതല്ലേ എന്നോട് തെറ്റിദ്ധാരണ. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ നിയമസഭയിലെ ഇടപെടലാണ്. എന്ത് ഇടപെടലാണത്? അതായത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, കേരളത്തിലെ ഈ ലൈഫ് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ആ വാക്ക് ഉപയോഗിച്ചില്ല. എത്ര ശതമാനമുണ്ട്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കതാവണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ പറ്റി ഗവൺമെന്റ് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികൾ, ഈ ന്യൂനപക്ഷങ്ങൾ, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, അതിന്റെ ഫണ്ടുണ്ട്. അതിന്റെ ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് എന്റെ ചോദ്യം വന്നത്. അതായത് 27% മുസ്ലിം സമൂഹത്തിന് ആ ഫണ്ടിന്റെ 80% പോകുന്നു. ബാക്കി 19 പിന്നെ ഈ നമ്മുടെ വിശ്വകർമ്മനും കൂടി 24%. ആ 24%-ന് 20%. 100 രൂപയിൽ 20 രൂപ 24%-നും 80 രൂപ 27%-നും. അത് ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം വന്നത്. അത് ന്യായമല്ലേ? അപ്പൊ മുഖ്യമന്ത്രി അതിനകത്ത് മാന്യമായി പറഞ്ഞു, ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇത്
പരിശോധിക്കുന്നതിന് പരിശോധിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ വെക്കുന്നു, ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് റിപ്പോർട്ടായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ മുസ്ലിം സഹോദരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം വെട്ടിച്ചുരുക്കാൻ പോകണ്ട, അത് മര്യാദയല്ല. കാരണം 80% കൊടുത്തുപോയി, അങ്ങനെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് സർക്കാർ ചെയ്യാവുന്ന എന്താ, അതിന് ആനുപാതികമായ തുക മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുക. ഈ 20% എന്ന് പറഞ്ഞാൽ 20 രൂപയാണെങ്കിൽ അത് ഒരു 60 രൂപയാക്കിയും കൊടുത്തേക്കണം. പ്രശ്നം തോന്നുന്നല്ലോ. സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കണം, അവരുടെ 80 കുറയ്ക്കുകയും വേണ്ട. അതായിരിക്കും നല്ലതെന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാവരും യോജിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു. അതിന് ഇനി ഫോളോ അപ്പുകൾ ഉണ്ടാകും. MLA ആയി തെരഞ്ഞെടുത്താൽ ഉണ്ടാകും. സംശയമുണ്ടോ? നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം. ഞാൻ ചില നേതാക്കന്മാരുടെ പേര് പറയും. എങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അവരെ വിലയിരുത്തുക? തയ്യാറാണോ? PJ ജോസഫ് ഒന്നിനും കൊള്ളാത്തവനായി മാറിയ ഒരു പാവം. പണ്ട് നല്ല മനുഷ്യനും കാഴ്ചപ്പാടുള്ളവനായിരുന്നു, ഇപ്പൊ ഒന്നിനും കൊള്ളുകയില്ല. ഇതാ സത്യം. പിണറായി വിജയൻ അസാധ്യമായ തൻ്റെ ഉള്ളവൻ എന്ന് അഭിനയിക്കുന്നു, പക്ഷെ പൊയ്മുഖക്കാരൻ. അപ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ പരമകള്ളൻ. എല്ലാ കള്ളത്തിലും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയത് കേരള രാഷ്ട്രീയത്തിൽ. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ഒരു എല്ലാ വർത്തമാനം പറഞ്ഞ് നടക്കുന്ന, എല്ലാവരും സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയല്ലാതെ പുള്ളി ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. ഈ നമ്മൾ ഈ ഒരു ഭരണത്തെ, LDFന്റെ ഈ ഭരണത്തെ അങ്ങനെ വിലയിരുത്തുന്നത്? തുടർ ഭരണത്തിനുള്ള സാധ്യത പല സർവേകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെറ്റായ ധാരണയാണ്. കാരണം CPM ആണ് നേതൃത്വം കൊടുക്കുന്നത്. CPM രണ്ടാം കഴിച്ച് CPM കോട്ടയടിയ എല്ലാ സ്ഥലത്തും. CPMനകത്ത് ഭയങ്കരമായ പ്രളയം നടക്കുക. CPM വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്തിന് കമ്മ്യൂണിസം ഇല്ലല്ലോ. നമ്മുടെ റഷ്യയിലെ കമ്മ്യൂണിസം, ലെനിന് ശേഷം എങ്ങനെ കമ്മ്യൂണിസം തകർന്ന് ഇപ്പോൾ ഒന്നുമില്ലെന്നായി? സ്റ്റാലിനിസം വന്നു. സ്റ്റാലിനിസം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യമല്ലേ. ആ സ്റ്റാലിനിസം വന്നു കഴിഞ്ഞപ്പോൾ, സ്റ്റാലിന്റെ കാലം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസം അവിടെ തീർന്നു റഷ്യയിൽ. കേരളത്തിൽ, ഇന്ത്യയിലും മറ്റു സംസ്ഥാനത്ത് കമ്മ്യൂണിസം ഇല്ലെന്നായി. കേരളത്തിൽ ആകെ പിടിച്ചു നിന്ന്. ആ കേരളത്തിൽ PS അച്യുതാനന്ദന്റെ കാലം കഴിഞ്ഞ് പിണറായിയിലേക്ക് വന്നു. അത് സ്റ്റാലിനിസത്തിലേക്ക് ചെന്നിരിക്കുക. ഈ ഏകാധിപത്യം കൊണ്ട് എത്ര ആൾ പോകും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളുകൾ ഒഴുകുക. കമ്മ്യൂണിസം അതിനകത്ത് ഇല്ലല്ലോ, ഏകാധിപത്യം. ആ നിലയ്ക്ക് ഇടതുപക്ഷം മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. UDF അതിക്കടയാ. ജനം 6 കോടി ഒന്ന് സംശയിക്കുക, പേടിച്ചിരിക്കുക. 6 കോടി ഒരു നല്ല NDA എന്ന് പറയുന്ന, അല്ലെ BJPയുടെ നേതൃത്വമുള്ള ഒരു മുന്നണി ശക്തമായി രംഗത്ത് നേരത്തെ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഭരണം കൊണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനൊരു പേടിയുണ്ട് BJP. പക്ഷെ UPയിലും ബീഹാറിലും ഉള്ള മുസ്ലിങ്ങൾ മുഴുവൻ BJPയിലാണ്. ക്രിസ്ത്യാനിയും അതെ. ആസാം ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ, ഗോവ മുഴുവൻ ക്രിസ്ത്യാനിയും BJPയില്ലേ, BJPയുടെ ഭരണമല്ലേ. അപ്പം ഇവിടെ വന്നിരിക്കുന്ന കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പരുവായി കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന നിലയിലേക്ക് കൂട്ടേടി. അതും ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സമ്മതിക്കുകയില്ല, നമുക്കറിയാം. അപ്പൊ ആര് പിന്നെ ഭരിക്കും? പ്രശ്നമല്ലേ. എല്ലാം അനുകൂലത്തേക്ക് കിടക്കുക. അതുകൊണ്ട് എങ്ങനെ വരുമെന്നൊന്നും പറയാൻ ഞാനില്ല. തുടർ ഭരണം വേണമെങ്കിൽ അതുകൊണ്ട് അത്ര മിലിറ്റന്റ് ഫോഴ്സ് ഭരിക്കുക, അതില്ലല്ലോ. പക്ഷെ അത് നേരിടാനുള്ള UDF അതിദുർബലവുമാണ്. ആ സാഹചര്യത്തിൽ BJPക്ക് ഒരു 5 സീറ്റ് വരെ കിട്ടുമെന്ന് ഞാൻ കിടക്കാം. അവര് 10 എന്നൊക്കെ പറയുന്നതിനും എന്റെ കണക്കിൽ 5 സീറ്റ് കിട്ടാം. അങ്ങനെ വന്നാൽ ഇളവനെ ഞാൻ ജയിക്കും, ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ടിരുന്നോളൂ. അങ്ങനെ വന്നാൽ നമ്മുടെ ഭരണം നിശ്ചയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് പിന്തുണയ്ക്കാന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നാലല്ലാതെ പറയാൻ പറ്റില്ല. PC കുറിച്ച് പറയുമ്പം ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക, PC ട്രോളുകളാണ്, അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന മറുപടികളാണ് ഇതെല്ലാം. ചിലപ്പം ഈ ചില PC പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കടുത്ത് KSEB ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ടോൾ പ്ലാസയിലോ ഒക്കെ കാണുന്ന ചില ശൈലികൾ അല്ലെങ്കിൽ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അയ്യോ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഒരു വിഷയത്തിലും പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതോ പറഞ്ഞത് കുറഞ്ഞു പോയെന്നതാണ് PC ഇലക്ട്രിസിറ്റി ഓഫീസിൽ പറഞ്ഞ് ഏറ്റവും നന്നായി. ടോൾ പ്ലാസയിൽ അടിയൊന്നും കൊടുക്കാൻ കഴിയാതെ പോയി ഞാൻ ഇപ്പോഴും നോക്കി. പക്ഷെ ടോൾ പ്ലാസയുടെ കൊള്ള ഇപ്പോഴും നടക്കുമ്പോൾ അതിൽ പരിമിതി ഉണ്ടോ? ടോൾ പ്ലാസ അവിടുത്തെ MLA-മാരുടെ കഴിവുകളും ഗവൺമെന്റ് കഴിവുകളും അല്ല, കേന്ദ്ര സർക്കാരിന്റെ അല്ലേ? കേന്ദ്ര സർക്കാരിന്റെ ആ റോഡ് പണിതിന്റെ 3 ഇരട്ടി കാശ് ഇപ്പൊ പിടിച്ചില്ല. അല്ല, അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട വിഷയമല്ലേ അത്? ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ ഉണ്ട്, നാട്ടുകാരെ അടി കൊടുത്ത് ഓടിക്കണവന്മാരെ. ബീഹാറിൽ ഒറീസക്കാരും എന്തുകൊണ്ടാണ് PC അങ്ങനെ ഒരു കാര്യത്തിന് നിരീക്ഷപ്പെടുക്കാത്തത്? കാരണം എന്റെ ജോലി ഈ റോഡായിരുന്നു, ഞാൻ വിടുകയായിരുന്നു. ഇവിടാണ് ഞാൻ സമ്മതിക്കില്ല.
ഇതിപ്പോ തൃശ്ശൂരിനപ്പുറം നമ്മൾ എന്ത് ചെയ്യാനെന്ന് എവിടെ പോയി സമരം ചെയ്യാൻ അവിടെ ആളില്ലേ, ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ അടിച്ചോടിക്കണം, ഞാൻ അടിച്ചോടിച്ചല്ലേ അവന്മാര് എന്ന് ചില ഞാൻ കടന്നു പോയി, കാശ് കൊടുത്തില്ലല്ലോ, മുഴുവൻ പേരെ കടത്തി വിട്ട ചില പോയി. അന്ന് അതിന്റെ ഈ കൈ ഇങ്ങനെ വെക്കുന്നത് അതൊക്കെ ഓടിച്ച് വെള്ളം കളഞ്ഞു. അപ്പം അതില്ല, ആളുകൾ പൊക്കോളാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് വിട്ടാ ഞാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പക്ഷേ രസം ഒരു മാസത്തേക്ക് ഒരു ശല്യമില്ലായിരുന്നു ടോൾ പ്ലാസ. വീണ്ടും ഇപ്പോഴായിരിക്കുക. അത് സംസ്ഥാന ഗവൺമെന്റ് സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണമെന്ന് എന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാരിന്റെ പിന്നെ അവിടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് നോക്കിയില്ല, അമ്മമാർക്ക് എന്നാ പണി? അമ്മമാരെ കൂടി ഓർഡറാന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അവിടെ പോയി എടുത്തോളാം, എന്റെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ പണി കൂടെ പറ്റില്ല, ഓടിക്കണ്ടേ? പഞ്ചായത്തിന് എന്നാ പണി? പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MLA ഉണ്ട്, അമ്മമാരെ കൂടി ഓടിക്കണം നിയമമാരെ. ഞാനാണ് ഓടിക്കും. തീർച്ചയായും ഈ ട്രോളുകളിൽ പറയാറുണ്ട്, ഈ ഒറ്റപ്പെടലിന്റെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന PC ജോർജിനെ നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ഐക്യത്തോടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന PC, അല്ലെങ്കിൽ നിയമസഭ ഒറ്റപ്പെട്ട് നിൽക്കുന്ന PC, അതിനെ PC സ്വയം എങ്ങനെയാണ് കാണുക? വളരെ ഐശ്വര്യവും സമാധാനവും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പം പ്രതിപക്ഷം എല്ലാ ദിവസവും വാക്കൗട്ടാ, എനിക്ക് വൈബില്ല. അപ്പം വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നിയമസഭയുടെ ഒരു പവിത്രത ഉണ്ടായിരുന്നു. വാക്കൗട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗവൺമെന്റിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് വാക്കൗട്ട്. ഇപ്പൊ വാക്കൗട്ട് എന്ന് പറയുന്നത് തമാശ. അപ്പൊ അപ്പുറത്ത് മുഖ്യമന്ത്രി ഇറങ്ങി പൊക്കോളാനാണ് പുള്ളി പറയുന്നത്, കാരണം പുള്ളിക്കാരെ ഇറങ്ങി പോകാൻ പോകുന്നു. ആ നിലയായില്ലേ, അതുകൊണ്ട് വാക്കൗട്ടിന് പോലെ പോയി. നിയമസഭയിലെ പ്രസംഗം, പണ്ട് കാലത്ത് നിയമസഭ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, അതിന് മറുപടി മന്ത്രിമാർ പറയും. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്ന പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി പോലും മന്ത്രിമാരും മിണ്ടാറില്ല. അവരവർ പറയാനുള്ള പറഞ്ഞങ്ങ് പോവുക. നിയമസഭ എന്ന് പറഞ്ഞാൽ അരികുലിത്താണ്. ഇപ്പം സത്യത്തിൽ സഹതാപവും പ്രതിഷേധവും വേദനയും എനിക്കുണ്ട്. ഈ ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നവരോട് PC എന്താണ് അവരുടെ PC? ഇങ്ങനെ എനിക്ക് അഭിനന്ദനമാണ് അവരോടുള്ളത്. കാരണം പരമാവധി ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള അവരുടെ കഴിവല്ലേ അത്. PC തന്നെ ട്രോൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. പിള്ളേരൊക്കെ ചെയ്യണം നീ, അതൊക്കെ പിള്ളേരുടെ ആ തമാശ ഉൾക്കൊള്ളാൻ കഴിയണം, മനസ്സിലായില്ല? അല്ലാതെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുകയല്ല, അവരെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചോളം കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ വലുതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ഉഷ ചേച്ചിക്ക് ഹോമിയോ ഗുളിക കൊടുത്ത് ജീവിതം ഒരു ദിവസം തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, PC ഇങ്ങനെ എല്ലായിടങ്ങളിലും തെറി വിളിക്കുക, ബഹളങ്ങൾ ഇടപെടുക, ശക്തമായി പ്രതിഷേധിക്കുക, ഈ വീട്ടിലുള്ളവർക്ക് ശരിക്കും ടെൻഷൻ ഇല്ലേ? അവരെ ശരിക്കും ഈ ആശങ്ക അറിയിക്കാറുണ്ടോ? അതോ PC പറഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് അവരുടെ നിലപാട്? അതെന്റെ ഭാര്യയോട് ചോദിക്കണം. ഞാൻ വീട്ടിൽ വരുമ്പോ ആ വീട്ടിൽ വരുമ്പോഴേക്കും മനസ്സമാനാണ്, യാതൊരു ടെൻഷനും ഇല്ല. വീട്ടുകാരെ മുഴുവൻ നോക്കാൻ എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യ കൊടുത്ത് എൻ്റെ മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട് പാറു, അവർ നോക്കണം. എനിക്ക് ഒരു ടെൻഷൻ വീട്ടുകാര്യത്തിൽ. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവള് ഈ സ്ഥിരം പ്രാർത്ഥനക്കാരിയാണ്, കൊന്ത കയ്യിലുണ്ട് എപ്പോഴും, കൊന്തയിൽ ചെയ്യാൻ ജോലി. അവള് കൊന്തയിൽ ചെയ്യല്. ഇപ്പം എൻ്റെ ഒരു കൊച്ചുമകളുണ്ട് അമ്മുക്കുട്ടി, അവളും കൊന്തയിൽ ചെയ്യാം. രാത്രി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് 5 വയസ്സേ ഉള്ളൂ, അവള് കട്ടിരുന്ന് അപ്പൂപ്പ ഞാൻ കൊന്തയില്ലോന്ന് വെച്ച് കൊന്തയിൽ ചെയ്യാൻ ജോലി. പിന്നെ മകനുണ്ട്, കൊച്ചുമകൻ, അവന് അപ്പൂസ് എന്ന് പറയും, അപ്പൂസ് ഞാൻ വിളിക്കുന്നത്. അവനും ഈ പന്തുകളെയും ബാറ്റ് പഠിത്തമൊക്കെ നടക്കും, എന്തെങ്കിലും പ്രാർത്ഥിക്കും പിള്ളേരല്ല. അത് തന്നെ വലിയൊരു പ്രാർത്ഥനയാണോ ഈ ശത്രുക്കളിൽ നിന്നൊക്കെ? ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനയാണ് എന്റെ രക്ഷ എന്ന് ഞാൻ കരുതുന്നു. PC ഒത്തിരി ശത്രുക്കളുണ്ടോ? ആരുമില്ല. നീ ശത്രുക്കൾ തോക്കൊക്കെ കൊണ്ട് നടക്കുന്നത് അത് കേട്ടെ, അത് എല്ലാരും ചോദിക്കണം. തോക്കും ശത്രുവും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഒരു ബന്ധമില്ല. അതായത് പക്ഷെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തോക്ക് കയ്യിൽ കരുതുക, ആ കാലം തൊട്ട് അവരെ പഠിക്കുന്ന കാലം തന്നെ അത് കരുതുക എന്നൊക്കെ പറയുന്നത്. അതെ, അന്ന് ഉണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ ഈ മീനച്ച് പറയുമ്പോൾ നോക്കിയാൽ എല്ലാവരും ഒരു പിച്ചാത്തി തിരിക്കൊണ്ട് നടക്കുള്ളൂ. പക്ഷെ അത് ഞാൻ പിച്ചാത്തി കൊണ്ടുനടക്കുന്നത് തോക്ക് കൊണ്ടുനടക്കും മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും കയ്യിലുണ്ട്. ഇപ്പൊ ഉള്ള തോക്കിച്ച് വലിയ വില കൂടിയ തോക്കാണ്, അത്രേ ഉള്ളൂ. ഒന്നല്ലാതെ 2 തോക്കുണ്ട്, 12 ബോർ ഉണ്ടല്ലോ. 2 തോക്കുണ്ടോ? ഉണ്ട്. ഓക്കെ. അതിപ്പോ അത് വീട്ടില് ഇതുവരെ ആരെയും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്ന്. എങ്കിലും നമ്മള് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ, ഒരു ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഈ നോമ്പ് കാലമാണ്, നമ്മളിപ്പോ നിൽക്കുന്നത് തന്നെ PC-യുടെ തന്നെ തൊട്ട് വീടിന്റെ അടുത്ത് തന്നെയുള്ള വെള്ളിച്ച മലയിലാണ്. ഈ നോമ്പ് കാലത്ത് എങ്ങനെയാണ് ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും അതൊരു തടസ്സമാകില്ലേ? ഈ നോമ്പ് കാലത്തെ ചില ആചാരങ്ങൾ, പെസഹാവാഴ വരുന്നു, ദുഃഖവെള്ളി വരുന്നു. അതായത് ഇലക്ഷൻ പെസഹാവാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് അങ്ങനെ 3-4 ദിവസം നമുക്ക് ഒരു ഇലക്ഷൻ പ്രചരണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷെ അത് കുഴപ്പം, അതിന് മുമ്പ് അങ്ങ് നടത്തിക്കണം. പെസഹാവാഴ്ച എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുമ്പം നമ്മൾ ആ ദുഃഖം ആചരിക്കാൻ കഴിയുന്ന മനുഷ്യനാണ്. പിന്നെ ഈസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും സന്തോഷത്തിന് 3-ാം ദിവസം സന്തോഷമാണ്. അത് യേശുവിന്റെ മരണത്തിന് ശേഷം 3-ാം ദിവസം തന്നെ സന്തോഷിക്കുന്നു. കാരണം
മനുഷ്യമോചനത്തിന് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു ദൈവം സ്വയം എന്നാണ്. അപ്പൊ സ്വാഭാവികമായി ആ ഈസ്റ്റർ ആഘോഷം സന്തോഷം. ആ ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ. മെയ് 2-ാം തീയതി സന്തോഷം കാണുമോ? തീർച്ചയായിട്ടും മെയ് 2-ാം തീയതി ഈസ്റ്റർ സന്തോഷം തന്നെയാണ്, യാതൊരു സംശയവും. PC വീണ്ടും അധികാരത്തിൽ എത്തും എന്നുള്ള അധികാരം ഒന്നുമില്ല. ജനസേവനത്തിന് വേണ്ടി ജനം എന്നെ നിയോഗിക്കും, MLA ആവും, അത്ര MLA ആകും ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പിലേക്ക് വരുമ്പോൾ ഈ പൂഞ്ഞാറിലെ വോട്ടർമാരോട് എന്ത് ഉറപ്പാണ്? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് വെച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് മുന്നിലേക്ക് വെക്കാൻ? എന്റെ മുമ്പിലുള്ള പ്രശ്നം ഇതെല്ലാം നടക്കുമോ? ദൈവത്തിന് ശമ്പളം നടക്കട്ടെ. എന്റെ മുമ്പിലുള്ള പ്രശ്നം ഈയിടെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിന് പണി പൂർത്തീകരിക്കണമെന്നാണ് എന്റെ ഒരാഗ്രഹം. ഈ മേഖലയിൽ ഇവിടെ കുറേയേറെ റോഡുകൾ നന്നാക്കാറുണ്ട്. ഇപ്പൊ ഇവിടുത്തെ മെയിൻ റോഡുകളെല്ലാം BMBC ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അരുവത്തറ ഭരണങ്ങാനം ആ റോഡ് 10 കോടി രൂപ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നടന്നോളൂ, ഞാൻ പറഞ്ഞില്ലേ, തന്നെ നടക്കാൻ പോവാ. വേറെ എന്റെ മനസ്സിൽ കിടക്കുന്ന ഇവിടെ ഏറ്റവും വലുത് ഒരു ടൂറിസം പദ്ധതിയാണ്. 600 കോടി രൂപ പദ്ധതിയാണ്. അത് നമ്മുടെ വാഗമൺ, വഴിക്കടവ്, തീക്കോയി, മാർമല അരുവി, പാതാമ്പഴ, മുതുകോര, എരുമേലി, പാറത്തോട്, കോരുത്തോട്, ഇങ്ങനെ മുണ്ടക്കൈ ഉൾപ്പെടെ മുഴുവൻ മേഖല ബന്ധിപ്പിച്ചുള്ള 600 കോടി രൂപ പ്രോജക്റ്റാണ്. അത് കേരള സർക്കാർ അപ്രൂവ് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താൽ അത് അവിടെ പെൻഡിങ്ങാണ്. അതിന് പുറകെ ഒന്ന് പോയി അതൊന്ന് അനക്കിയെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ വേറെ ഒന്നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ എരുമേലി വിമാനത്താവളം. ആ വിമാനത്താവളം കഴിഞ്ഞ തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കും. ഞാൻ എന്നെ ജീവനുള്ളിടത്തോളം അത് ഉണ്ടാക്കി മാറും, ഒരു സംശയം വേണ്ട. 2.5 കോടി രൂപയോളം മുടക്കി കേരള സർക്കാർ തന്നെ പഠനം നടത്തി കൺസൾട്ട് വെച്ച് വളരെ വ്യക്തമായിട്ട് എരുമേലി വിമാനത്താവളം പ്രാവർത്തികമാകാനുള്ള നടപടിയായതാണ്. സ്ഥലം അതാണ് ഏറ്റവും നല്ലത് പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം ആ എസ്റ്റേറ്റ് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഇൻകം ടാക്സ് വിഭാഗം കയ്യേറിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇൻകം ടാക്സ് എസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തർക്കം തീരുമല്ലോ. ഇൻകം ടാക്സിയുടെ ആ സ്ഥലം മേടിച്ചാൽ നമുക്ക് വിമാനത്താവളം പണിയാമല്ലോ. എല്ലാവരും ഇൻകം ടാക്സ് എടുത്തപ്പോൾ വിമാനത്താവളം പോയെന്ന്, അത് അബദ്ധമാണ് പറയുന്നത്. ഇൻകം ടാക്സിന് കസ്റ്റഡിയിലേക്ക് ആ സ്ഥലം വന്നു കഴിഞ്ഞാൽ പിന്നെ വിമാനയുടെ കൈക്കോടതി ശരിയോടൊപ്പമല്ലേ നിൽക്കുള്ളൂ. ഞാൻ മേടിച്ചോളാം, സെൻട്രൽ ഗവൺമെന്റിന് സാക്ഷ്യം മേടിച്ച് വിമാനത്താവളം ഉടൻ പണിയാമല്ലോ. ആ സന്തോഷമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വിമാനത്താവളം പറയുന്നത് നമ്മുടെ എരുമേലിയിലേക്കുള്ള നമ്മുടെ ശബരി റെയിൽവേ ഉണ്ട്. അത് എല്ലാം പൂർത്തീകരിച്ച് നിൽക്കുക. എത്രയോ നാളായി ശബരി നടപ്പാക്കും. കഴിഞ്ഞ സ്ഥലം വലിയ തർക്കമല്ല. എവിടെയെന്നറിയോ? ഇവിടെ എടുത്തോണം, നമ്മുടെ എടപ്പാടി വന്നേച്ച് ഇങ്ങനെ അല്ല പ്രവിത്താനം വന്നേച്ച് വലിയ നമ്മുടെ ബ്ലോക്ക് ഓഫീസും തകർത്തോട്ട് അന്നത്തെ പ്രൊപ്പോസലാ. അത് തീരെ വന്ന് അടക്കി വന്ന് ഇങ്ങനെ കറങ്ങി ഈരാറ്റുപേട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കി മുഴുവൻ കെട്ടിടം തകരുക. അങ്ങ് പോവുക. അതായത് എരുമേലി തീരുന്ന എവിടെയാണെന്നറിയോ? എരുമേലി റെസ്റ്റ് ഹൗസിന് പുറകിൽ ഒരു 70 വീടുണ്ട്. ആ വീട് അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഉണ്ടാക്കിയവനെയൊക്കെ അടിച്ചു വന്ന് ആറ്റു കൊടുക്കണ്ടേ വൃത്തികെട്ടവന്മാര്. 2500 വീട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയ ട്രെയിൻ സർവീസ് ഉണ്ടോ? ജനം എതിർക്കലേ. അതാണ് നടന്നത്. ഇപ്പൊ സാധ്യമായി. ഇപ്പൊ ആ കാര്യത്തിൽ വേണ്ട ഉമ്മൻചാണ്ടിയെ എന്ത് കുറ്റം പറഞ്ഞാൽ അങ്ങേര് വളരെ മാന്യത കാണിച്ചു. ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും ഞാനുമായിട്ട് ചർച്ച നടത്തി. ആകെ 130 കിലോമീറ്റർ ആദ്യത്തെ പ്രൊപ്പോസൽ. ഇപ്പൊ 117 കിലോമീറ്റർ റെയിൽവേ തീരും. അതാണ് അങ്കമാലിയിൽ നിന്ന്. അത് ഇതിലെ വന്നിട്ട് നമ്മുടെ ഈ ഇവിടെ ഒന്നും കയറുന്നില്ല, തിരിച്ചു വിട്ടു. തിരിച്ച് മീനച്ചി പഞ്ചായത്തിലെ കണ്ടത്തിൽ മുഴുവൻ കണ്ട ഒരു മനുഷ്യനും ഒന്നും പോകാല. കണ്ടത്തിലൂടെ പോയി ആനക്കലിന്റെ അവിടെ ചെന്ന് എസ്റ്റേറ്റിൽ കയറുക. എസ്റ്റേറ്റിൽ കയറി എസ്റ്റേറ്റിലൂടെ പോയി എരുമേലി MES കോളേജിന് തൊട്ടിപ്പറേ സ്ഥലം എടുത്ത് റെയിൽവേ സ്റ്റേഷൻ സ്ഥലം ഫിക്സ് ചെയ്തു. അപ്പം 3 കിലോമീറ്റർ ദൂരം കൂടി റെയിൽവേ ശബരിമലയോട് അടുത്തു. അത് തന്നെയല്ല, ആകെപ്പാടെ 6 വീടേ പോകും. അപ്പം ഈ ഇലക്ഷന് ശബരി റെയിൽ പദ്ധതി, ശബരി ഒരു വാഗ്ദാനം ഞാൻ കൊടുക്കുന്ന പ്രശ്നം, ഞാൻ നീതി ചെയ്യുന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നു. നിങ്ങൾ ചോദിച്ചോട്ടെ, എന്റെ ആഗ്രഹം ഒരു വാഗ്ദാനം വേണം. ജനത്തിന് അറിയാമല്ലോ, ഞാൻ അങ്ങനെ ഇട്ടേച്ച് പോകുന്നതല്ല. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഈ ടൂറിസം പദ്ധതിയും എരുമേലി വിമാനത്താവളവും എരുമേലി റെയിൽവേ സ്റ്റേഷനും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കണമല്ല, എരുമേലി കോരുത്തോട് പഞ്ചായത്തിൽ മാത്രം നിങ്ങൾക്ക് അറിയാവും 9.5 കിലോമീറ്റർ സൗരോർജ്ജ വേലി കിട്ടുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആനയിൽ നിന്നും കാട്ടാനയിൽ നിന്നും കാട്ടുപന്നിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ പല വിഷയങ്ങളും, പക്ഷെ കർഷകരുടെ പ്രശ്നങ്ങൾ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയായി മാറാറില്ല. അതെന്തായിരിക്കാം? അത് കർഷകർ ആവശ്യത്തിന് ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. കർഷകരുടെ ശബ്ദം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല.
നിയമസഭയ്ക്കകത്ത് അല്ല ഞങ്ങൾ എല്ലാം തീർച്ചയായും അങ്ങ് ഇടപെടുന്നുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ ഈ നമ്മളൊരു പ്രകടന പത്രികകളിലൊന്നും പ്രകടമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാറുമില്ല. ഞാൻ കേട്ടോ, ഞാൻ ഒരു കാര്യം പറയും. കർഷക പ്രശ്നം പറഞ്ഞു, പ്രത്യേകിച്ച് റബ്ബർ കർഷകരും നെൽകർഷകരും എല്ലാം പട്ടിണിയിലേക്ക് പോകും. തീർച്ചയായും നമ്മുടെ ഏത്തക്കയുടെ വില നമുക്കറിയാലോ. റബ്ബറിന് ഒരു 250 രൂപയെങ്കിലും കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. നെല്ലിന് ഇപ്പോഴത്തെ നിലയ്ക്ക് നെൽ കർഷകര് എന്ന് പറയുന്നത് നടക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ നെല്ല് ആവശ്യത്തിന് മിച്ചമാണ്. ഇന്ത്യ സ്വയം പര്യാപ്തമാണ് ഭക്ഷ്യധാന്യങ്ങളിൽ. ആ നിലയിൽ കേരളം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു സന്തോഷത്തിന് വേണ്ടി നെൽകൃഷി എന്നുള്ളതല്ലാതെ അതുകൊണ്ട് രക്ഷയില്ല. അതിപ്പം ആ പാടങ്ങളിൽ ലാഭകരമായി വേറെ എന്ത് കൃഷി ചെയ്യാം, അതിനെപ്പറ്റി പഠിക്കണം പിള്ളേര്. ഗവൺമെന്റ് ശ്രദ്ധിക്കണം. തീർച്ചയായും. പൂഞ്ഞാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ ചൂട് കൂടി വരുന്നുണ്ട്. രാഷ്ട്രീയ താപനിലയും ഉയരും പൂഞ്ഞാറിൽ. PC ജോർജ് ശക്തരായ എതിരാളികളൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ എന്താണ് പൂഞ്ഞാറിന്റെ ഫലമെന്ന് നമ്മൾ കാത്തിരിക്കാം. PC പറഞ്ഞതുപോലെ ഈ ഈസ്റ്റർ മെയ് 2-ാം തീയതിയും PC ക്ക് ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കാം. എല്ലാവിധ ആശംസകളും PC ജോർജ്.